ദിനങ്ങൾ പൂർത്തിയാക്കി ആത്മീയ ജ്വാലയായി മാറാൻ ദൈവം തുണച്ചതിന്നോർക്കാം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സഫാനിയ 2-ാം അധ്യായം 1-ാം വാക്യം, ലജ്ജയില്ലാത്ത ജനമേ, ലജ്ജയില്ലാത്ത ജനമേ, പറന്നു പോകുന്ന പതിര് പോലെ നിങ്ങളെ ഓടിച്ചു കളയുന്നതിന് മുമ്പ്, കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേലെ പതിക്കുന്നതിന് മുമ്പ്, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം നിങ്ങളുടെ മേലെ വരുന്നതിന് മുമ്പ് ഒരുമിച്ച് കൂടുവിൻ, ഒരുമിച്ച് കൂടുവിൻ. നമ്മുടെ നാണക്കേടും നമ്മുടെ അപമാനവുമായി ദൈവം കാണുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെ ഭിന്നതയാണ്. നാണം ഇല്ലാത്ത, ലജ്ജയില്ലാത്ത ജനമേ, പരിഹാരമായി നിങ്ങൾ ഒരുമിച്ച് കൂടുവിൻ. ഒറ്റ മനസ്സാകുകയാണ് അഭിമാനത്തിൻ്റെ ലക്ഷണം. ചിതറി നിൽക്കാനും വേറിട്ട് നിൽക്കാനും ഒരുപാട് കാരണങ്ങളുണ്ടെന്നേ. ആർക്കാ ഭിന്നിച്ച് നിൽക്കാൻ കാരണങ്ങളില്ലാത്തത്? എങ്കിലും എൻ്റെ അപ്പനായ ദൈവത്തെ പ്രതി ഞാൻ ഒന്നിച്ചു ചേരുമ്പോൾ എൻ്റെ അപമാനം, എൻ്റെ ലജ്ജ മാറും. ലജ്ജ മാറി സത്യം തെളിയാനും ലജ്ജ മാറി ശക്തി നിറയാനും ബൈബിൾ തരുന്ന അത്ഭുതകരമായ വഴിയാണ് നിങ്ങൾ ഒന്നിച്ചു കൂടുവിൻ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുവിൻ, ഒന്നായി പോരാടുവിൻ. ഒന്നിച്ച് നിന്നാൽ ലജ്ജ മാറും, അപമാനം മാറും, അഭിഷേകം നിറയും. അപ്പോൾ നമ്മുടെ അപമാനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും നാണക്കേടിൻ്റെയും പിന്നോട്ട് പോകലിൻ്റെയും കാരണം സമരസപ്പെട്ട് ഒരു മനമാകാത്തതാണ്. ഈ ദിവസം പ്രധാനപ്പെട്ട ഒരു നിയമവും ഒരു പ്രതിജ്ഞയും നമ്മുടെ ചങ്കിൽ വരട്ടെ. നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവരോട് എങ്ങനെയൊക്കെ ഒന്നിച്ച് നിൽക്കാവോ അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ, ഒന്നിച്ച് നിൽക്കുമ്പം ലജ്ജ വഴിമാറും, പ്രകാശം വഴി നിറയും. ആമേൻ, ആമേൻ, ആമേൻ.